അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ബ്രൗണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഹാൻഡ് ബീറ്റർ ഒന്നും ഇല്ലാതെ മിക്സി ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടെക്സ്ചറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ബ്രൗണി നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഫസ്റ്റ് നമുക്ക് ബട്ടറും ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് 100 ഗ്രാം ബട്ടർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡബിൾ ബോയിൽ മെത്തേഡിലല്ല ചെയ്തെടുക്കുന്നത്. ഈ രീതിയിൽ ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് നിങ്ങൾ സാൾട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 100 ഗ്രാം ബട്ടറാണ് ഞാനിതിലോട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഒരു അര കപ്പ് മിൽക്ക് ചോക്ലേറ്റാണ്, മിൽക്ക് കോമ്പൗണ്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റിൻ്റെ ഇത് 4 പീസിൻ്റെ ഒരു ബാറാണ്. അപ്പോൾ ഇതിലൊരു പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 125 ഗ്രാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, തീരെ തീ കൂട്ടി വെക്കരുത്. ഇപ്പോൾ ബട്ടറും മെൽറ്റായിട്ട് തുടങ്ങി, ചോക്ലേറ്റും മെൽറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി നമുക്ക് ബാക്കി ഈ ചൂടിൽ തന്നെ കിടന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഉരുകി കിട്ടിക്കോളും. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ രീതിയിൽ ഈസി ആയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്ലോർ മിക്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഒരു 3/4 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് കൊക്കോ പൗഡറും ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരിച്ചിട്ടെടുക്കുക. അപ്പോൾ കട്ടകളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് തട്ടിയിട്ടെടുത്താൽ മതി. അപ്പോൾ കൊക്കോ പൗഡറിലൊക്കെ കട്ടകളുണ്ടാവും. അപ്പോൾ അതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷുഗറൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാം. അപ്പോൾ അര കപ്പ് ഷുഗറും പ്ലസ് ഒരു ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ട് ചേർത്തുകൊണ്ടാണ് അര കപ്പ് ഷുഗർ എടുത്തത്. അപ്പോൾ അതിന് കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 3 എഗ്ഗ് ചേർത്ത് കൊടുക്കുക. എഗ്ഗ് ചേർത്തതിന് ശേഷം ഒരു സെക്കൻഡ് നല്ലോണം ഒന്ന് അടിച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഷുഗർ ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഫ്ലഫി ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഒന്നിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഷുഗറൊക്കെ നല്ലോണം ഒന്ന് എല്ലായിടത്തും യോജിച്ച് കിട്ടുകയും ചെയ്യും. നമുക്ക് കുറച്ചൊന്ന് ഫ്ലഫി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ ബാച്ച് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഷുഗർ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഷുഗറൊക്കെ മെൽറ്റായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 30 സെക്കൻഡ് ഏകദേശമൊക്കെ അടിച്ചിട്ട് എടുത്തിക്കണേ. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലോട്ട് ഒരു ടീസ്പൂണ് വനില എസൻസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ബട്ടറിൻ്റെയും ചോക്ലേറ്റിൻ്റെയും മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാനൊരു ടീസ്പൂണ് പാലിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിനോട് നിങ്ങൾക്ക് സ്പീഡിലായിട്ട് തോന്നാണ്. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലോർ മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കരുത്, പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ കംപ്ലീറ്റ് പതുക്കെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചേർക്കണുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂ, കുറച്ച് ബദാമും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വൈറ്റും കുറച്ച് ബ്രൗണും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും ഇതിലോട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഒന്നും കൂടി ഫജി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അത്രത്തോളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ പാനിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് ഇതിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ കുറച്ച് മുന്നേ തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കഴിക്കുമ്പോഴൊക്കെ ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് നട്ട്സും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഓവനൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. ഇനി നമുക്കിത് ഒരു 150 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം.
അപ്പോൾ ബ്രൗണി ബേക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ നമുക്ക് ഉള്ളിലൊന്നും അത്ര സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല കേക്ക് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കുമ്പോൾ കുറച്ചൊന്ന് ഒരു ഈർപ്പുണ്ടായിരിക്കും നമ്മൾ ബ്രൗണിക്ക്. അതാണ് ബ്രൗണീൻ്റെ ടെക്സ്ചർ. അപ്പോൾ ഇന്ന് ബേക്ക് ചെയ്തിടേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവൻ്റെ അനുസരിച്ച് നിങ്ങൾ നോക്കുക. അന്ന് ഓവറായിട്ട് ബേക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് പാകത്തിന് ബ്രൗണി ബേക്കായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വേഗം ചൂടാറിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വയറാക്കിലോട്ട് മാറ്റാം. ഇപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ കട്ടിന് മുന്നേ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് ബ്രൗണി കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. നമുക്ക് ബട്ടർ പേപ്പർക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അടിഭാഗം കറക്റ്റ് പാകത്തിൽ തന്നെ നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സ്ക്വയർ പീസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീമും ചേർത്ത് കഴിക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ബ്രൗണി അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.